ISA Media. നമ്മളൊക്കെ പ്രഭാഷണം കഴിഞ്ഞ് വാഹനത്തിന്റെ അകത്ത് കയറി പോകുമ്പോ ഡ്രൈവർമാരോട് പറയുന്നത്, ആര് കൈ കാണിച്ചാലും നിർത്തല്ല, ധൈര്യമായിട്ട് വെക്കോ. ആര് കൈ കാണിച്ചാലും നിർത്തല്ല, അന്തരീക്ഷം മോശമാ, പാതിരാ സമയമാ. പക്ഷേ തങ്ങൾ പറയുന്നതെന്താ? ആര് കൈ കാണിച്ചാലും നിർത്തണം. എന്താവശ്യമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഇത് എന്റെ മുത്ത് ഹബീബിന്റെ പേര് കുട്ടികൾക്കല്ലാതെ പറയാൻ പറ്റൂല. പുന്നാര ഹബീബിന്റെ അഹ്ലു ബൈത്തുകൾക്കല്ലാതെ പറയാൻ പറ്റൂലോ. കല്ലെറിഞ്ഞ വാളെടുത്തു കൊല്ലാൻ നടന്ന അബൂജഹൽ സുഖമില്ലാതെ കിടന്നപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് കാണാൻ പോയ സ്നേഹനായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാർക്കല്ലാതെ അതൊന്നും പറയാൻ കഴിയില്ല. മുത്ത് റസൂലേ, യഹാബദങ്ങൾ പെരിന്തൽമണ്ണയിലൂടെ പോവുകയാ. പാതിരാത്രി 1 മണി സമയമാ. ഒരു പാവപ്പെട്ടവൻ ചോരുന്ന മടയത്തല്ലോ വിറച്ച കൈകളോടെ കൈ കാണിക്കുമ്പോ ഡ്രൈവർ പറയുന്നു, തങ്ങളെ ഞാനൊന്ന് വാഹനം നിർത്തട്ടെ. തങ്ങൾ വാഹനത്തിന്റെ അകത്ത് തൊപ്പി ഊരിയിട്ടാണ് ഇരിക്കുന്നത്. തങ്ങൾ പറഞ്ഞ ആ സൈഡിലോട്ട് നിർത്തുക. ആ സഹോദരൻ വന്നു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവത്തിന്റെ സമയത്തിലാ, ഒരു വാഹനം കിട്ടുന്നില്ല, ഒരാളുമില്ല കൊണ്ടുപോകാൻ. എന്റെ ജീവനാണ് അവള് മരിച്ചാ പിന്നെ ഞാനില്ല, അവള് മരിച്ചാ പിന്നെ ഞാനില്ല. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, എന്റെ വീട്ടിലേക്കൊന്ന് വരുവോ? നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, എന്റെ വീട്ടിലേക്കൊന്ന് വരുവോ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ആ സഹോദര വാഹനത്തിലേക്ക് കയറ്റുകയാണ്. തങ്ങളുടെ വാഹനം പോകാനുള്ള വീതിയില്ല എങ്കിൽ പോലും ചെറിയ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ആ സഹോദരന്റെ വീടിന് മുന്നിലേക്ക് വാഹനം ചെന്ന് നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ണ് നിറഞ്ഞു പോയല്ലോ. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ വീടാണ്. ഞങ്ങൾ കാണാത്ത എത്രയോ വീടുകളുണ്ട് നമുക്കറിയില്ലല്ലോ. നമ്മൾ കാണാത്ത എത്രയോ പാവപ്പെട്ടവരുണ്ട് നമുക്കറിയില്ലല്ലോ. കിടക്കാടമില്ലാത്ത എത്രയോ ആളുകളുണ്ട് അറിയില്ലല്ലോ. പാലക്കാട് തങ്ങളാ വീടിന്റെ മുമ്പെത്തുന്നു കുപ്പി വാഹനത്തിന്റെ കത്ത. അവർക്കാർക്കും അറിയില്ല ആരാണീ വന്നിരിക്കുന്നതെന്ന്. അല്ലാഹുവേ, അഹ്ലുബൈത്തിന്റെ പ്രകാശഗോപുരം വീടിന്റെ മുമ്പ് വാരി വിതറിയിട്ട് പോലും അറിയാത്ത പാവപ്പെട്ടവര്, പ്രസവവേദന കൊണ്ട് നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവളെ വാഹനത്തിന്റെ കത്ത് കയറ്റുകയാ. തങ്ങൾ ഫ്രണ്ടിലിരിക്കുന്നവർ എല്ലാവരും പുറകിലിരിക്കുന്ന വാഹനമരാ. പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലേക്ക് തീർപ്പാഞ്ഞു പോവുകയാ. ഹോസ്പിറ്റലിന്റെ അകത്തടത്തിലേക്ക് പോയപ്പോ ഡ്രൈവറോട് തങ്ങൾ പറയുകയാ, എന്താവശ്യം വന്നാലും ചെയ്തു കൊടുക്കുക. രക്തം വേണമോ? ആദർശ വിപ്ലവത്തിന്റെ പോരാട്ടം നടത്തുന്നു. ശുദ്ധത്വ ജമാഅത്തിന്റെ മക്കളോടൊരു ഫോൺ കോൾ ചെയ്താൽ മതിയല്ലോ. എവിടെന്നാ രക്തം വേണ്ടത്? ഏത് സ്ഥലത്താ രക്തം വേണ്ടത്? യൂണിഫോം ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ മക്കൾ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സഹചാരിയുടെ വിക്കായോട് SKSFന്റെ പ്രിയപ്പെട്ട മക്കള് ഏത് പാതിരാത്രി വിളിച്ചാലും അവർ ഓടി വരുമല്ലോ. സ്വന്തം ഉമ്മയെ പോലെ, സ്വന്തം ബാപ്പയെ പോലെ കേരളത്തിന്റെ മാതാപിതാക്കളെ വാരിപ്പുടരുന്ന മക്കളാണവര്. അവര് പെൺവാണിഭത്തിന് പോകുന്നവരല്ല. അവര് മദ്രസയുടെ അകത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക വേഴ്ചയ്ക്ക് ഇരയാക്കുന്നവരല്ല. അവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അപവാദങ്ങൾ ഉണ്ടാക്കുന്നവരല്ല. അവര് ഫിത്നകൾ ഉണ്ടാക്കുന്നവരല്ല. അവര് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരല്ല. പാണക്കാട് തങ്ങൾ പറഞ്ഞ ആവശ്യം വന്നാൽ എന്റെ മക്കളെ വിളിക്കുകയോ അവരോടി വരും, എവിടെയെന്ന് പറഞ്ഞാൽ മതി, അവര് പറഞ്ഞെത്തുമെന്ന് പറഞ്ഞു. അവസാനം എല്ലാ ബില്ലും അടയ്ക്കുകയാ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ തലയിൽ കൈവച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, വേദനിക്കണ്ട, വിഷമിക്കണ്ട, അല്ലാഹു നല്ല പ്രസവം കൊടുക്കട്ടെ. എന്നിട്ടാ പ്രിയപ്പെട്ടവര് പുറത്തേക്കിറങ്ങുമോ ഈ സാധുവാര മനുഷ്യരെ വിളിച്ചിട്ട് പറയുകയോ, ഇതാ കുറച്ച് കാശുണ്ട്, ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോ കിട്ടിയതാ, ഈ കാശ് വിടും നിന്റെ കയ്യിലിരിക്കട്ടെ. ഒരു ചൊവ്വാഴ്ച പാണക്കാട്ടേക്ക് വരിക, നമുക്കൊരു വീട് വെക്കണ്ടേ, നമുക്കൊരു വീട് വെക്കണ്ടേ, നമുക്കൊരു വീട് വെക്കണ്ടേ. നിനക്കല്ല, ചൊവ്വാഴ്ച പാണക്കാട്ടേക്ക് വരിക, നമുക്കൊരു വീട് വെക്കണ്ടേ. ആ സഹോദരൻ അത്ഭുതപ്പെട്ടു. ആരാണിത്? ഡ്രൈവറോട് ചോദിക്കുന്ന, ആരാണ് ഈ വലിയ മനുഷ്യൻ? ഡ്രൈവർ പറഞ്ഞറിയില്ലേ, ഇത്രയും സമയമായിട്ട് മനസ്സിലായില്ലേ, അത് പാണക്കാട്ടെ തങ്ങളാന്ന് പറഞ്ഞപ്പോ ഓടി വന്ന് കാല് തൊട്ടിട്ട് പറയുന്നു, തങ്ങളെ അറിഞ്ഞില്ല. തങ്ങളാണെന്നറിഞ്ഞിരുന്നെങ്കിൽ തങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തില്ലായിരുന്നോ എന്ന്. പുറകിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എന്റെ ഭാര്യ മരിച്ചു പോയാൽ തങ്ങളെ കഷ്ടപ്പെടുത്താറ് എന്റെ ഭാര്യ മരിച്ചല്ലേ എന്ന് ഞാൻ സന്തോഷിക്കുമായിരുന്നു. അത്രത്തോളം സ്നേഹവാദങ്ങളെ
ഇതുവരെ കണ്ടിട്ടില്ല തങ്ങളെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണിക്കാനുള്ള നേതാക്കന്മാരവരാ, നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള നേതാക്കന്മാരവരാ, നമുക്ക് മാതൃകയാക്കാനുള്ള നേതാക്കന്മാരവരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം തരട്ടെ. അവരെ പഠിക്കാൻ, അവരോടൊപ്പം നടക്കാൻ, അവരെ വാരിപ്പുണരാൻ, അവർക്ക് മുത്തം കൊടുക്കാൻ. നാളെ പരലോകത്ത് ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ വരൂ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കരം പിടിച്ച് സ്വർഗം പുൽകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.